കേരളത്തിലെ മദ്യനയം ബജറ്റിൽ പ്രഖ്യാപിച്ചത് അത് വളരെയധികം ചർച്ചകൾക്ക് ഇട നൽകുന്നുണ്ട്. അതിലെ കുറേ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ലഭ്യമായ മദ്യം എന്ന് പറയുന്നത് ഒന്ന് ടോഡി, കള്ള്. അത് തെങ്ങിൻ്റെ ആകാം, പനയുടെ ആകാം, അതുപോലുള്ള സാധനങ്ങളുടെയൊക്കെ ആകാം. ഇതിൽ സാധാരണ നിലയിൽ 8% വരെയാണ് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ പിന്നീട് വരുന്നതാണ് ബിയർ. കേരളത്തിൽ കൊടുക്കുന്ന ബിയറിന് നിയമപരമായിട്ട് 6% താഴെ മാത്രമേ ആൽക്കഹോളിൻ്റെ വീര്യം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ആൽക്കഹോളിൽ 6 മുതൽ ഏകദേശം 10-9 വരെ ശതമാനം മദ്യത്തിൽ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. പിന്നീടാണ് വീഞ്ഞ് മുതലായ സാധനങ്ങൾ. ആ വീഞ്ഞ് മുതലായ സാധനങ്ങളിൽ ഏകദേശം മദ്യത്തിൻ്റെ അളവ് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അത് 12-14% വരെ ഉണ്ടാകും. അതിന് കൂടാതെയാണ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്നറിയപ്പെടുന്ന മദ്യങ്ങൾ. ആ മദ്യങ്ങളിൽ 42.8% ആണ് ആൽക്കഹോളിൻ്റെ അംശമുള്ളത്. അതുപോലെ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, അതായത് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഫോറിൻ ലിക്കർ, അതിൽ 40% ആണ് പലതും പറയുന്നതെങ്കിലും അത് 42.8% എന്ന നിലയിൽ തന്നെയാണ് അതിനെയും കണക്കാക്കുന്നത്. അപ്പോൾ ഒരാളൊരു ലാർജ് പെഗ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും 60 ml മദ്യത്തിനെയാണ് ലാർജ് പെഗ് എന്ന് പറയുന്നത്. ആ ലാർജ് പെഗിൽ ഏകദേശം ഒരു 24-25 മില്ലിയോളം ഒരു ആൽക്കഹോൾ അടങ്ങിയിരിക്കും. അതേസമയം ഒരാൾ ഒരു കുപ്പി ബിയർ കഴിക്കുകയാണെങ്കിൽ, ഒരു കുപ്പി ബിയർ ഏകദേശം 650 ml ബിയറാണുള്ളത്. അപ്പോൾ അതിലുണ്ടാകുക ഏകദേശം ഒരു 36-37 ml ആൽക്കഹോള് അകത്താക്കും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ KSBCയുടെ ഔട്ട്ലെറ്റുകൾ, മദ്യ മേഖലയിൽ എല്ലാ സ്വകാര്യ മേഖലയിൽ നിന്നും ആ ബേവ്കോയുടെ ഔട്ട്ലെറ്റുകൾ ഏറ്റെടുക്കുകയും അത് സ്വകാര്യ മേഖലയിൽ നിന്ന് ഏറ്റെടുത്ത് സ്വന്തമായി നടത്താൻ തീരുമാനിച്ച സമയത്ത് വന്ന് നടപ്പാക്കിയ സമയത്ത് MD ആയിരുന്നതാണ്. 2001 മുതൽ 2005 വരെയുള്ള സമയത്ത് ഉണ്ടായിരുന്ന അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഈ ശ്രദ്ധിക്കാറുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ മദ്യം നിർത്തിവെക്കുന്നത് അപകടകരമാണ്. കാരണം എന്ന് വെച്ചാൽ അതിനുള്ളവർ മറ്റു മദ്യങ്ങളിലേക്ക് പോകും. മദ്യത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ പലപ്പോഴും വിഷാംശങ്ങൾ കഴിക്കുകയും അങ്ങനെ കൂട്ടമരണങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ അവർ ഡ്രഗ്സിലേക്കും മാറുന്നതിന് സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് മദ്യം തീർത്തും ഇല്ലാതാക്കണം എന്ന് പറയുന്നത് പലപ്പോഴും നടപ്പാക്കാനാകാത്ത, നല്ല കാര്യമാണെങ്കിലും നടപ്പാക്കാനാകാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ വ്യാപനം കഴിയുന്നത്ര കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ സാധാരണ സംഭവിക്കുന്നത് പലരും ബിയറിൽ തുടങ്ങി പിന്നീട് പ്രോഗ്രസീവ് ചെയ്ത് അത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൽ ബ്രാൻഡി, അതുപോലെ റം, അതുപോലെ വിസ്കി, ഇതുപോലുള്ള കാര്യങ്ങളിൽ അവയെല്ലാം 42.8% ആണ് ആൽക്കഹോൾ ഉള്ളത്. അതുതന്നെ ആദ്യം ഇപ്പോൾ ഒരു ലാർജ് പെഗ് അടിച്ച് ഒരു ദിവസം അവസാനിപ്പിക്കുക എന്നുള്ള പരിപാടി വിട്ട് 2 ലാർജ് പെഗ്, 3 ലാർജ് പെഗ്, അങ്ങനെ കൂടുതലായി പോകാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഒരാളുടെ സാധാരണ അഡിക്ഷൻ ലെവല് വർദ്ധിച്ചു വരികയും അയാൾക്ക് ലിവറിന് പ്രശ്നം വരികയും അയാളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാകുകയും അയാൾ അസുഖബാധിതനാകുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ പല സെലിബ്രിറ്റീസ് പോലും മരണപ്പെടുവാനായിട്ട് കാരണങ്ങളുണ്ടായിട്ടുള്ളത്. ഇത് പലപ്പോഴും ബിയറിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പറയാറുണ്ട്, ബിയറിലധികം മദ്യത്തിൻ്റെ പെർസെൻറ്റേജ് കുറവാണെങ്കിലും ഒരു ബോട്ടിലിൽ കിട്ടുന്ന പെർസെൻറ്റേജ് സാമാന്യം കൂടുതലായതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 36% ഒരു ml 36% ml മദ്യം വരുന്നതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒരാളെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത്ര ഒരു ബോട്ടിൽ കുടിച്ചാൽ തൃപ്തിയാകാതെ വരും. പിന്നീട് അയാൾ 2 ബോട്ടിൽ കുടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് അയാൾ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിലേക്ക് പോകും. അങ്ങനെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൽ കൂടുതൽ കുടിക്കാൻ തുടങ്ങും. കാരണം ഇത് കുടിക്കും തോറും കൂടുതൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ലെവൽ ഓഫ് അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു മദ്യാസക്തനായ ഒരാൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുറഞ്ഞ വീര്യമുള്ള മദ്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതൊരു പോളിസിയായിരുന്നു.
അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ ഈ ചെറിയ, അതായത് ഇപ്പോൾ ബൈക്ക്, ടു വീലറൊക്കെ ഓടിച്ച് കിടക്കുന്നവർ ചെറിയ കാറിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നത് പോലെ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകാനുള്ള ഒരു താല്പര്യം ഈ മദ്യത്തിന് ഇടയായവർക്കുണ്ടാകുന്നു. അവരെ സ്വയം നശിക്കുന്നു, അവരുടെ കുടുംബം നശിക്കുന്നു, സമൂഹം നശിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ ഉള്ളതുകൊണ്ടാണ്. അതേസമയം ഈസ് എ നെസസറി ഈവിൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിയുന്നത്ര, അതുകൊണ്ടാണ് ആ കാലഘട്ടങ്ങളിൽ 1-ാം തീയതി എല്ലാ അവധി കൊടുത്തത്, എല്ലാ ആഴ്ചകളിലും അവധി കൊടുത്തത്. അങ്ങനെയൊക്കെ നിയന്ത്രണങ്ങൾ കഴിയുന്നത്ര വെച്ച് ഇതിൻ്റെ കൺസംഷൻ, അതിൻ്റെ മദ്യപിക്കൽ കുറേ അധികം കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പോലെ 0.5% മുതൽ 20% വരെയുള്ള മദ്യത്തിന് അനുമതി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും, ഇപ്പോൾ നമ്മളത് കണക്കുകളെടുത്താൽ വളരെ വലിയ കാര്യമാണ്. 2025-26 വർഷത്തിൽ 18,675.71 കോടി രൂപയുടെ ടാക്സ് വരുമാനമാണ് കേരളത്തിന് മദ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ KSBCയുടെ ബേക്കോട് കഴിഞ്ഞ വർഷത്തെ ചെലവ് മദ്യത്തിൻ്റെ 21,130.78 കോടി രൂപയുടെ മദ്യമാണ് ചിലവാക്കിയത്. അപ്പോൾ നമുക്കറിയാം ഇത് വളരെ മാസീവാണ്. നമ്മളെ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ റവന്യൂവിനെ സംബന്ധിച്ചിടത്തോളം വളരെ മാസീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് വന്നാൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, അതിന് ടാക്സ് കൂടി കുറയ്ക്കുകയാണെങ്കിൽ ഈ കുറേ അധികം ആൾക്കാർ മദ്യം അധികം ഉപയോഗിക്കാത്തവരൊക്കെ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്കും, മദ്യം അതിന് അങ്ങനെ കൂടുതൽ ആൾക്കാർ മദ്യപന്മാരായിട്ട് മാറുന്നതിനുള്ള, ഇപ്പോൾ അന്നൊക്കെ ഞാൻ കണക്കാക്കിയിരുന്ന ഏകദേശം 42 ലക്ഷം ആൾക്കാർ കേരളത്തിൽ ദിവസവും മദ്യപിക്കുന്നവരായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോഴെത്ര ലക്ഷമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് കണക്കുകളില്ല. എങ്കിലും സാമാന്യേന എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ദർ ഇസ് എ ടെൻഡൻസി ടു ഡ്രിങ്ക്. കൂടുതൽ ആൾക്കാർ മദ്യത്തിലേക്ക് തിരിയുന്നതിനായിട്ട് ഒരു ഇടവരുന്നുണ്ട്. അതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം കൊടുത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഡിക്ഷൻ അത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല. അതായത് വീര്യം കൂടിയ മദ്യത്തിൽ നിന്ന് ആളുകൾ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അസംഭാവ്യമാണ്. കാരണം അവർക്ക് വീണ്ടും കൂടുതൽ മദ്യം കുടിക്കണമെന്നല്ലാതെ, മദ്യം ലഭിച്ചില്ലെങ്കിൽ അവർ മിക്കവാറും കൂടുതൽ വീര്യം കൊടുക്കുന്ന MDMA പോലുള്ള ഡ്രഗ്സിലേക്ക് മാറുമെന്നല്ലാതെ തീർച്ചയായിട്ടും അവർ വീര്യം കുറഞ്ഞതിലേക്കും, അത് വീണ്ടും കുറഞ്ഞ് അത് ബിയർ പോലുള്ളതിലേക്കും, വീണ്ടും കുറഞ്ഞ് മദ്യം കുടിക്കാത്ത അവസ്ഥയിലേക്കും വരുമെന്ന് പറയുന്നത് അത് സംഭാവ്യമല്ല. അതായത് ഇപ്പോൾ കള്ള് പോലുള്ള നാച്ചുറലായിട്ടുണ്ടാകുന്ന ആൽക്കഹോളിക് ബിവറേജസിൽ അത് 7-8% ആണെങ്കിൽ അത് 42.8% നിന്ന് അത് കുടിക്കുന്ന ഒരാൾ അത് 20% മദ്യത്തിലേക്കും, 20% നിന്ന് 12% വീഞ്ഞിലേക്കും, 12% നിന്ന് നിയമപരമായിട്ട് 6% ബിയറിലേക്കും, അതിനുശേഷം അതല്ലെങ്കിൽ കള്ളിലേക്കും ഒക്കെ മാറി പിന്നീട് അത് കുറഞ്ഞു വരുന്ന ഒരു പരിസ്ഥിതി അല്ല ഉള്ളത്. നേരെ മറിച്ച് ഇതിന് വിപരീതമായിട്ട് സാധാരണ നിലയിൽ ബിയറൊക്കെ കഴിക്കുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി ഹാർഡ് ലിക്കറിലേക്ക് പോവുകയും അങ്ങനെ അവർ റമ്മ്, വിസ്കി, ബ്രാൻഡി മുതലായ ഐറ്റംസിലേക്ക് പോവുകയും അവിടെ ലിവറിന് അക്ഷാന്തികമായിട്ടുള്ള കേടുകൾ സംഭവിക്കുകയും അങ്ങനെ ആസ്പത്രികളിലേക്ക് നിരന്തരം പോകേണ്ടി വരികയും പിന്നീട് വളരെ കുടുംബം തന്നെ നശിച്ച് അവരുടെ എല്ലാ സ്വത്തുവകകളും നശിച്ച് അങ്ങനെ കുടുംബം അനാഥമായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ആ കുട്ടികളുടെയൊക്കെ ജീവിതം, ആ കുടുംബത്തിൻ്റെ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടിലാകുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരിക എന്നുള്ളത്. അതും ഈ മാസിക ലെവല് കേരളത്തെ പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിന് ഏകദേശം 19,000 കോടി രൂപയുടെ ടാക്സ് കിട്ടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ 22,000 കോടി രൂപയോളം വരുന്ന മദ്യം വിൽപ്പന ഉണ്ടാകുന്ന ഒരു ചെറിയ സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ചിലവാക്കുകയാണെങ്കിൽ ഇന്ന് ചിലവാകുന്ന മദ്യത്തേക്കാൾ വളരെ കൂടുതൽ മദ്യം ചിലവാക്കിയായിരിക്കാം. പക്ഷേ അത്രയും കൂടുതൽ വരുന്ന ആൾക്കാരും അത് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ അവർ വീര്യം കൂടിയ മദ്യത്തിലേക്ക് തിരികുകയും അങ്ങനെ 42.8 ലഭ്യമായ വിധത്തിലും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന MDMA പോലുള്ള വസ്തുക്കളിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിനായിട്ടുള്ള വാദം ശരിയല്ല.
അത് കഴിയുന്നതും മദ്യം ലഭ്യമല്ലാതെ ആക്കണം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ നേരിട്ട് ഡ്രഗ്സിലേക്കും മറ്റും പോകുന്നു. കുറേയധികം ആളുകളുടെ ആൾമോസ്റ്റ് നമുക്ക് ജനറ്റിക്കലായിട്ട് വേണമെന്ന് പറയാം, ഒരുപക്ഷെ അവരുടെ ശരീരഘടനയും എല്ലാം അനുസരിച്ച് അവർ അല്പം മദ്യപിക്കുന്ന സ്വഭാവക്കാരായിട്ട് വരുന്നു. അങ്ങനെ ആ മദ്യപാനം കൂടുതലാക്കി ഉയർത്താതെ ഇരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് മദ്യം നിരോധിക്കേണ്ട എന്ന് ഞാൻ പറയുന്നത്. മദ്യം നിരോധിച്ച പല സ്ഥലങ്ങളിലും അവസാനം ആ നിരോധനം എടുത്ത് കളയേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യ ദുരന്തങ്ങൾ അവിടെ ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്ന ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന 0.5% മുതൽ 20% വരെയുള്ള കുറഞ്ഞ ലഹരിയുള്ള മദ്യം എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു പോളിസി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മൾ മദ്യം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മദ്യം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് അതിൽ വേണ്ട കളറും അതിൽ വേണ്ട ചുവയും എല്ലാം ചേർത്തിട്ടാണ് മദ്യം ഉണ്ടാക്കുന്നത്. അത് ജവാൻ മദ്യമായാലും അങ്ങനെയുള്ള കാര്യങ്ങളായാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് കുറച്ച് നാൾ പണ്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നു. അത് കരിമ്പ് കൃഷി ചെയ്തിരുന്ന കാലഘട്ടങ്ങളിലാണ്. ഇപ്പോൾ അങ്ങനെയുള്ള കൃഷിയൊന്നും കേരളത്തിൽ കാര്യമായിട്ടില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിനൊരു കോമ്പറ്റീഷൻ വന്നിട്ടുള്ളത് എത്തനോൾ. അതാണ് വാസ്തവത്തിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളായിട്ട് മാറ്റുന്നത്. ആ എത്തനോള് പെട്രോളിലെല്ലാം വളരെയധികം കൂടുതൽ ചേർത്തിട്ട് E20, E35, അതായത് 20% പെട്രോളും എത്തനോളും സംയോജിപ്പിച്ച് ഇന്ധനമായിട്ട് കാറുകൾക്ക് ഒക്കെ വളരെയധികം കൂട്ടി കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന ഒരു പോളിസി നല്ല ഒരു പോളിസിയല്ല. 4 വർഷം KSBCയുടെ MD ആയിരുന്ന ബെവ്കോയുടെ MD ആയിരുന്ന എനിക്ക് ഇത് ആധികാരികമായി തന്നെ പറയാൻ പറ്റും. അങ്ങനെ ഒരു പോളിസിയിലേക്ക് നമ്മളൊക്കെ വളരെയധികം ചർച്ച നടത്തി നോക്കിയിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ വരും വരായകകൾ എന്ന് വെച്ചിട്ട്. അത് സമൂഹത്തിന് നല്ലതാകില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത് ഉപേക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത് എന്ന് നമ്മൾ തീരുമാനിക്കണം.